അങ്ങനെ നമ്മൾ അവധി ആഘോഷിക്കാനായിട്ട് നാട്ടിലേക്ക് വന്നതാണ്. നാട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എവിടെ പോകണം എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു പ്ലേസ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻസ്റ്റഗ്രാമബിൾ സ്പോട്ട് നമ്മുടെ കോട്ടയത്തെ മലരിക്കലിലേക്കൊരു യാത്ര. എന്തായാലും എല്ലാം കെട്ടിപ്പെറുക്കി നേരെ മലരിക്കലേക്ക് രാവിലെ തന്നെ വിട്ടുപിടിച്ചു. ചെറിയൊരു മഴയുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എത്താറായപ്പോഴേക്കും മഴയൊന്നും ഇല്ലായിരുന്നു. വളരെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയുള്ള ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ്റെ ഫോൺ നമ്പരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ആ ചേട്ടനൊരു ഉപകാരമാവട്ടെ. ചേട്ടന് സ്വന്തമായിട്ട് ബോട്ടുണ്ട്. ആ ബോട്ടിലാണ് നമ്മളെ മലരിക്കലിലെ ആമ്പൽ തോട്ടം കാണാനായിട്ട്, ആമ്പൽ പൂവിൻ്റെ, വാട്ടർ ലില്ലിയുടെ മനോഹരമായ ദൃശ്യം കാണാനായിട്ട് നമ്മളെ കൊണ്ടുപോയത്. ചേട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട്. എന്ന് തൊട്ടാണ് ഈ ഒരു കാഴ്ചയുള്ളത്, എന്ന് വരെയാണ്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാവരും, ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു, അവരെല്ലാവരും കൂടി ഞങ്ങൾ 2 ബോട്ടാണ് എടുത്തത്. ഇൻഡിവിജ്വലായിട്ട് ബോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒരു ബോട്ടിന് 1000 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പം അതിനകത്തൊരു 6-7 പേരൊക്കെ കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഒരു 7-8 പേര് വരെ കയറി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫൈബർ ബോട്ടുകളാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. നമ്മൾ ബോട്ട് കയറി ഒരു 5-10 മിനിറ്റ്സോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വാട്ടർ ലില്ലിയുടെ വ്യൂ പോയിന്റിൽ എത്തിച്ചേരുന്നത്. ശരിക്കും ആ ഒരു കുഞ്ഞു യാത്രയാണെങ്കിലും വളരെ മനോഹരമായ ഒരു യാത്രയാണ്. ശരിക്കും കണ്ടാൽ നമ്മളാണ്ട് കായലിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ്. പക്ഷേ ശരിക്കും കൃഷി ചെയ്യുന്ന പാടമാണിതെല്ലാം. നമ്മൾ അങ്ങോട്ട് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ തന്നെ പല ആളുകളും തിരിച്ചു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത്, ആ ചേട്ടനും പറഞ്ഞത് അത് തന്നെയാണ്. കാരണം നിങ്ങൾ വരികയാണെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് വരിക. ഒരു 7 o'clock ഒക്കെ ആകുമ്പം ബോട്ടെടുത്ത് പോകാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ ഒരു ടൈമിലാണ് ഈ വാട്ടർ ലില്ലിയൊക്കെ മനോഹരമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമാണ് ഒരു പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് വാട്ടർ ലില്ലി കാണാനായിട്ടുള്ളതെന്ന് ചേട്ടൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഒരു സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞാൽ ഈ കാണുന്ന പാടത്തെല്ലാം ഇവർ കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. രാവിലെ കുറച്ച് മഴയുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 9 o'clock ഒക്കെ ആയി. പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ലേറ്റ് ആകാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു ഈ ഒരു മലരിക്കലിലേക്ക് പോകാനുള്ളൊരു പ്ലാനെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ മഴ തുടങ്ങിയായിരുന്നു. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചൊന്ന് മടിച്ചു, പോണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായി. പക്ഷേ എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയി. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതാണ് മെയിനായിട്ടും അവിടെ എത്താനായിട്ട് കുറച്ച് ലേറ്റായത്. അപ്പോൾ ശരിക്കും ഒരു 7-7:30 ഒക്കെ ആകുമ്പോൾ ബോട്ടിൻ്റെ അവിടെ വന്ന് ബോട്ട് കയറാനായിട്ട് റെഡി ആയാലാണ് ആ ഒരു ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ആ ഒരു ഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുള്ളൂ. അത് ചേട്ടൻ പറഞ്ഞ ഒരു ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും കാരണം ഞങ്ങൾ അത് കാണാനായിട്ട് പോകുന്ന വഴിക്കാണെങ്കിലും ഞങ്ങൾക്കത് ഫീൽ ചെയ്തു. കാരണം ചിലതൊക്കെ ഇങ്ങനെ വാടിത്തുടങ്ങിയായിരുന്നു. വിരിഞ്ഞ പൂവെല്ലാം പോകുന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ കാണാമായിരുന്നു, വാടിത്തുടങ്ങി. അപ്പം എനിക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ, പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർ ഏർലി മോർണിംഗ് തന്നെ പോകാനായിട്ട് പ്ലാൻ ഇടുക. അവിടെ ചെല്ലുക. ഒരു 7:30 മാക്സിമം 8 o'clock നിങ്ങൾ ബോട്ടിൽ കയറത്തക്ക രീതിയിലാണ് പ്ലാൻ ചെയ്യണം. കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു എന്താ പറയണ്ടേ. പിന്നെ അവിടെ പോകുന്നവർക്ക് വേണ്ടിയിട്ട്, പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണേലും പോകാൻ പ്ലാൻ ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണേലും എൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞൊരു അഡ്വൈസാണ്. പോകുമ്പോൾ മാക്സിമം
ഈ ആമ്പൽ പറിച്ച് കൊണ്ടുപോകാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ശേഷവും ഒരുപാട് പേര് വരണം, അവർക്കും ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കണം. പക്ഷെ നമ്മൾക്ക് ശേഷം വേറെ ആരും വരണ്ട എന്നുള്ള രീതിയിലുള്ള ബിഹേവിയർ അതൊരിക്കലും നല്ലതല്ല. കാരണം ഞാനിത് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഈ ആമ്പലിന് ഒരുപാട് ഗ്യാപ്പുകളായി. അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ശരിക്കും ഇങ്ങനെയല്ല, ഒരുപാട് നിറഞ്ഞു നിൽപ്പുണ്ട് ആമ്പൽ. അത് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ബോട്ടൊക്കെ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒത്തിരി അവർ കയറ്റിക്കൊണ്ട് പോകത്തില്ല. കാരണം ഇതിൻ്റെ മെഷീൻ ബോട്ട് ആയതുകൊണ്ട് അതിൻ്റെ മെഷീൻ്റെ പ്രൊപ്പല്ലറോ അതെല്ലാം അതിനകത്ത് കുടുങ്ങുന്നതുകൊണ്ടായിരിക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് അവർ നോർമലായിട്ടുള്ള ഒരു തുഴ ഉപയോഗിച്ചാണ് തുഴയുന്നത്. പിന്നെ ഇവർ ഈ ഒരു ചാല് പോലെ ഇത് പോകുന്ന വഴിയുണ്ട്, അവിടെയാണ് ശരിക്കും മോട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന എല്ലാവരോടും എൻ്റെ ഒരു കുഞ്ഞ് റിക്വസ്റ്റാണ്, മാക്സിമം ആമ്പൽ പറിക്കാതിരിക്കുക. നമുക്ക് ശേഷവും വരുന്നവർക്കും ഇതൊക്കെ കാണണം, അവർക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കണം, അവർക്കും നല്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റണം. അതുകൊണ്ട് ഒരു കുഞ്ഞു റിക്വസ്റ്റായിട്ട് ഇത് കാണുക. ഞങ്ങൾ ഇപ്പം നിങ്ങൾ കാണുന്നത് കണ്ടോ, അവിടെ എവിടെയൊക്കെ ഉള്ളു ഈ ബോട്ടുമൊക്കെ പോയതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും ഉണ്ട്. പിന്നെ ആൾക്കാർ ഒരുപാട് പേര് ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ തന്നെ കാണാം, കുറേ പേര് അത് പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവർ തന്നെ പറിച്ച് അവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു 2 കെട്ട് അങ്ങനെ മേടിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഇത് ഇവരുടെ ഒരു സീസണൽ ഏണിംഗ് ആണ്. ഒരു 3-4 മാസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഏണിങ്. ഒരു ടൂറിസ്റ്റ് ഒരു അട്രാക്ഷനായിട്ട് മാറിയത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത് ചിലർ ബോട്ടുകളൊക്കെ വാങ്ങിച്ചു ബോട്ട് സർവീസുകൾ നടത്തുന്നു. അവിടെ അടുത്തുള്ള ആളുകളാണെങ്കിൽ അവരുടെ വീട്ടിലേക്കൊക്കെ പാർക്കിങ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട്. അതിനവർ ചെറിയ ഫീസ് ഈടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെയും അവർക്ക് ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. എനിവേ അതും കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു ചെറിയ പീരീഡിലേക്കുള്ള ഒരു വരുമാന മാർഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മലരിക്കലിൻ്റെ വിശേഷങ്ങൾ. ഇപ്പം മലരിക്കൽ എന്ന് പറയുന്നത്, മലരിക്കലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ കോട്ടയത്തു നിന്ന് നേരെ കുമരകം റൂട്ടിൽ പോയാൽ മതി. തിരുവാർപ്പ് പഞ്ചായത്തിൽ പെടുന്നതാണ് ഈ മലരിക്കൽ എന്ന് പറയുന്ന പ്രദേശം. ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പം എന്തായാലും ഗൂഗിൾ മാപ്പിലൊക്കെ അത് കാണിക്കുന്നുണ്ട് മലരിക്കൽ എന്ന് പറയുന്നത്. അപ്പം ഗൂഗിൾ മാപ്പ് ഇട്ടാൽ നേരെ അവിടെ തന്നെ ആ ഒരു വ്യൂ പോയിൻ്റാണ് കാണിക്കുന്നത്. അങ്ങനെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നപ്പം ആദിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം കാണിക്കണം എന്ന് തോന്നി. അങ്ങനെ അതിങ്ങനെ കാണിച്ച് അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്ന പോക്കാണിത്. കുഞ്ഞൊരു ട്രിപ്പാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രിപ്പാണ് മലരിക്കൽ എന്ന് പറയുന്നത്. ഞങ്ങളവിടെ ഉള്ളപ്പോൾ തന്നെ ഒരുപാട് ഈവൻ ട്രാവലറിലും കുഞ്ഞു ബസ്സുകളിലും ഒക്കെ ആൾക്കാർ അവിടെ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്. അപ്പം എല്ലാവരും പറ്റുന്ന പോലെ പോയി കാണുക. ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.